നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനോട് കുറച്ച് ചോദ്യങ്ങളാണ്. ഈ യഥാർത്ഥ സ്വർണത്തിന്റെ മേൽ ആരെങ്കിലും സ്വർണം പൂശുമോ? ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ ചെമ്പ് പാളിയിലാണ് സ്വർണം പൂശിയതെങ്കിൽ ഒറിജിനൽ സ്വർണപ്പാളി എവിടെയായിരിക്കും? സ്വർണം പൂശാനാണെങ്കിലും പൊതിയാനാണെങ്കിലും വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന ശില്പം എന്തിന് നാടുനീളെ കാണിക്കാനായി ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു? അത് ശബരിമലയിൽ വെച്ച് തന്നെ ആകാമായിരുന്നില്ലേ? ശബരിമലയിലെ ശ്രീകോവിലിൽ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാണെന്ന് സഖാവ് VN വാസവൻ തെറ്റിദ്ധരിച്ചോ? ആഗോള അയ്യപ്പ സംഗമം നടത്തി ഹിന്ദുമത വിശ്വാസികളുടെ വോട്ടു തേടി ഇറങ്ങിയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ധൈര്യമായി ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. വകുപ്പ് മന്ത്രി VN വാസവനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും രാജിവെപ്പിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിന് മുഖ്യമന്ത്രിക്ക് കഴിവില്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്കും പറയാനുണ്ട്. 1998-ൽ 30.3 കിലോ, അതായത് ഏകദേശം 3800 പവൻ സ്വർണമാണ് വിജയ് മല്യ ശബരിമലയിലെ ശ്രീകോവിലിന്റെ പ്രധാന ഭാഗങ്ങൾ പൊതിയാനായി നൽകിയത്. ദ്വാരപാലക ശില്പങ്ങളും പ്രധാന വാതിലുമടക്കം അന്ന് സ്വർണപ്പാളി കൊണ്ട് പൊതിഞ്ഞു. ഏതാണ്ട് ഒരു പേപ്പർ കനത്തിൽ സ്വർണ്ണ തകിടുകൾ നിർമ്മിച്ച് ശില്പങ്ങളിൽ പതിപ്പിക്കുകയായിരുന്നു അന്ന് ചെയ്തത്. അവിടെ സ്വർണം പൂശലല്ല നടന്നത്, മറിച്ച് സ്വർണപ്പാളി തന്നെ പതിപ്പിക്കുകയായിരുന്നു. ശില്പത്തിന്റെ കേടുപാടുകൾ തീർക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഡറുകൾ സർക്കാർ വിളിച്ചിരുന്നു? സ്വർണപ്പാളി പതിപ്പിച്ച പ്രധാന വാതിലുണ്ടായിരിക്കെ അതിനൊരു കേടും സംഭവിക്കാതിരിക്കെ എന്തിനാണ് 2019-ൽ സ്വർണപ്പാളിയുള്ള വാതിലിന് പകരം സ്വർണം പൂശിയ പുതിയ വാതിൽ സ്ഥാപിച്ചത്? അങ്ങനെയെങ്കിൽ പഴയ വാതിൽ എവിടെയാണ്? അതിൽ പതിപ്പിച്ച സ്വർണപ്പാളി എവിടെ? ഈ ദ്വാരപാലക ശില്പങ്ങൾ എന്ന് പറയുന്നത് പ്രധാന വാതിലിന്റെ ഇരുവശത്തുമുള്ള 2 ശില്പങ്ങളാണ്. ജനങ്ങളുടെ കൈ തൊട്ട് കേടുപാടുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല ഇവിടെ. എന്നിട്ടും സ്വർണ്ണ തകിട് അടിച്ചു പതിപ്പിച്ച ഈ ശില്പങ്ങൾ സ്വർണം പൂശാനാണെന്നും പറഞ്ഞ് എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിച്ചു? അയാൾ ആരാണ്? ശബരിമലയുമായി അയാൾക്ക് എന്ത് ബന്ധമാണുള്ളത്? VN വാസവനുമായും മുഖ്യമന്ത്രിയുമായും ഇയാൾക്ക് എന്ത് ബന്ധമാണുള്ളത്? ഈ ശില്പം നാടുനീളെ കൊണ്ടു നടന്ന് പൂജ ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരധികാരം കൊടുത്തു? എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു എന്നെ ഏൽപ്പിച്ചത് ചെമ്പുപാളിയിൽ സ്വർണ്ണ നിറത്തിന്റെ പെയിന്റ് അടിച്ച ശില്പങ്ങളാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ വിജയ് മല്യ സ്പോൺസർ ചെയ്ത ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ എവിടെയാണ്? ഇനി ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും വിശ്വാസവും ആചാരവും ഒക്കെയായി ബന്ധപ്പെട്ടതാണ് എന്ന വാദങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് വൻ കവർച്ചയാണ്. 6 വർഷം നീണ്ട ഒരു സർക്കാർ സ്പോൺസേർഡ് മോഷണമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. CPM സർക്കാരിന്റെ അഴിമതിയുടെയും തന്നിഷ്ടത്തിന്റെയും കവർച്ചയുടെയും പ്രശ്നമാണിത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ കൂസലില്ലാതെ നിന്ന് തർക്കുത്തരം പറഞ്ഞതും കോടതിയിൽ കാണാമെന്ന് പറഞ്ഞതും. കോടതിയിൽ കാണാനായി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അയാളുടെ വീട്ടുകാരും തമ്മിലുള്ള സ്വത്ത് പ്രശ്നമൊന്നുമല്ല, മറിച്ച് കോടിക്കണക്കിന് വിശ്വാസികൾ തൊഴാൻ വരുന്ന ഒരു ആരാധനാലയത്തിൽ നടന്ന വൻ കവർച്ചയാണിത്. അതുകൊണ്ട് ഇത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല, മറിച്ച് കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നം കൂടിയാണിത്. ഈ തട്ടിപ്പ് നടത്താൻ സർക്കാരിനൊപ്പം നിന്നിട്ട് അഴിച്ചെടുത്ത ശില്പത്തിന്റെ പാളികൾ ഏതാണ്ട് 1 മാസം കൈവശം വെച്ച് വഴിനീളെ കൊണ്ടു നടന്നിട്ട് എത്ര കൂസലില്ലാതെയാണ് ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നതെന്ന് നോക്കൂ. ഇയാൾക്ക് ഇങ്ങനെ നിൽക്കാനുള്ള തന്റെ ഇടം കൊടുക്കുന്ന സംവിധാനത്തിന്റെ പേരല്ലേ CPM? ഇതല്ലേ ഇവിടെ ഉയരേണ്ട ചോദ്യവും രാഷ്ട്രീയ വിഷയവും? ആകാശ് തില്ലങ്കരിയോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനോ അതുമല്ലെങ്കിൽ ജയരാജന്റെ മകനോ ഒക്കെ കിടന്ന് നെഗളിക്കുന്നത് പോലെ തന്നെയാണ് ഇയാളും പൊളച്ചത്. നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല എന്ന് അയാളുടെ ശരീരഭാഷ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. KC വേണുഗോപാൽ MP പറഞ്ഞതുപോലെ ഇനിയൊരു ഭരണം കിട്ടിയാൽ അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റും ഇവർ എന്ന് മാത്രമല്ല, ശബരിമലയേക്കാൾ നടവരുമാനമുള്ള ഗുരുവായൂർ അമ്പലവും എന്തിന് ഗുരുവായൂരപ്പനെ തന്നെയും മുഖ്യമന്ത്രിയും വാസവൻ മന്ത്രിയും കൂടി അടിച്ചു മാറ്റില്ലെന്ന് ആര് കണ്ടു? ഈ കൊള്ളം മറയ്ക്കാനായിരുന്നു അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് സത്യത്തിൽ ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. ഇനി നവമാധ്യമങ്ങൾ ഉയർന്ന CPM പ്രൊഫൈലുകളിൽ നിന്നുള്ള ഒരു നറേറ്റീവ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അയ്യപ്പനെ കാക്കാൻ അയ്യപ്പൻ അറിയില്ലേ, ദൈവം ഒന്നും അറിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് വിഷയത്തെ വഴിതിരിച്ചു വിട്ട് യുക്തിവാദം അവതരിപ്പിച്ച് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നമുക്ക് കാണാം. ശരി, വിശ്വാസത്തെ മാറ്റി നിർത്തിയാൽ തന്നെയും ഇത് കട്ടതാണ്, അഴിമതിയാണ്, കാണിച്ചത് ശരിയായില്ല എന്ന് പറയാൻ ഈ പ്രൊഫൈലുകൾക്ക് നട്ടല്ലില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അയ്യപ്പനെയും വിശ്വാസത്തെയും അമ്മാതിരി പരിഹസിക്കുന്നവർ എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പിണറായി സഖാവ് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞില്ല? അപ്പോൾ ഇത് അവരുടെ സ്വഭാവമാണ്. വിശ്വാസികളുടെ ആരാധനാലയങ്ങളോട് ഇവർക്ക് പുച്ഛമാണ്.
കാക്കുക എന്നതല്ല, കക്കുക എന്നതാണ് ഇവരുടെ രീതി. അത് റോഡായാലും പാലമായാലും ബാങ്ക് ആയാലും സ്കൂൾ ആയാലും PhD തീസിസ് ആയാലും ശബരിമല ആയാലും ദേവസ്വം ബോർഡ് ആയാലും വഖഫ് ബോർഡ് ആയാലും ഇവർ കട്ടിരിക്കും. കാരണം ഇതൊരു തരം വാസനാ വികൃതിയാണ്. മോഷണമാണ് ഇക്കണ്ട സഖാവ് വാര്യർമാരുടെ എല്ലാം തൊഴിൽ. ഇനി ഒരിക്കൽ കൂടി ഇവർ അധികാരത്തിലെത്തിയാൽ ഹരിയോ ഹര.